ഹലോ ഗൈസ്, വെൽക്കം ടു മെഡ് ഹെഡ് അപ്പ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്ന ഡ്രഗ് ഇൻട്രാക്ഷൻ ആണ്. സോ ഡെഫിനേഷൻ ഇൻട്രാക്ഷൻ നമുക്ക് നോക്കാം. സോ ഡ്രഗ് ഇൻട്രാക്ഷൻ കൊണ്ട് നമുക്കറിയാം, അതിന് മുന്നേ ഡ്രഗ് എഫിക്കസി അറിയണം, അല്ലെങ്കിൽ ഡ്രഗിന്റെ തെറാപ്യൂട്ടിക് എഫിക്കസി നമുക്ക് അറിയണം. സോ ഡ്രഗ് കൊടുക്കുന്നു, അതിൻ്റെതായ ആക്ഷൻ കാണിക്കുന്നു, നമുക്ക് എന്താണ് ഉണ്ടെന്ന പ്രോബ്ലം അത് കുറയുന്നു, അല്ലേ? ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ ഡ്രഗ് ഇൻട്രാക്ഷൻ ഒക്കേഴ്സ് വെൻ വൺ മെഡിക്കമെന്റ് അഫക്ട് ദ ആക്ടിവിറ്റി ഓർ പൊട്ടൻസി ഓഫ് അനദർ. അതായത് നമ്മൾ ഒന്നെങ്കിൽ ഒരു ഡ്രഗ് കൊടുക്കുമ്പോൾ ഒന്നെങ്കിൽ അതിന്റെ പൊട്ടൻസിയിൽ ഡിഫറൻസ് വരികയോ അല്ലെങ്കിൽ എൻ്റെ ആക്ഷനിൽ മാറ്റം വരികയോ ചെയ്യുന്നു. അത് കാരണം അൺഇൻറ്റൻഡ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത സൈഡ് എഫക്റ്റുകൾ വരികയോ അല്ലെങ്കിൽ എഫിക്കസി റെഡ്യൂസ് ആവുകയാണെങ്കിൽ ഇറ്റ്സ് കോൾഡ് ആസ് ഡ്രഗ് ഇൻട്രാക്ഷൻ. സോ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. സോ ബേസിക്കലി ഡ്രഗ് ഇൻട്രാക്ഷൻ്റെ മെക്കാനിസം പറയുകയാണെങ്കിൽ ഫാർമോ കൈനറ്റിക്കും ഉണ്ട്, ഫാർമക്കോ ഡൈനാമിക്കും ഉണ്ട്. കൈനറ്റിക് ആണെങ്കിൽ ADME, അബ്സോർപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, മെറ്റാബോളിസം, എലിമിനേഷൻ എന്നും. ഇനി ഫാർമക്കോ ഡൈനാമിക് ആണെങ്കിൽ അഡിക്റ്റീവ്, സൈനർജിസ്റ്റിക് ആൻഡ് ആന്റഗോണിസ്റ്റിക് എഫക്റ്റ് ആയിരിക്കും വരിക. ഓക്കെ അല്ലേ? ഇത് രണ്ടും ഭയങ്കര എളുപ്പമാണ്. ഇനി ഡ്രഗ് ഇൻട്രാക്ഷൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കാര്യം, കൈനറ്റിക്കും ഡൈനാമിക്കും സെയിം തന്നെയാണ് ഇവിടെ വരുന്നത്. കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ആന്റിബയോട്ടിക്, ആന്റികോയാഗുലന്റ് തമ്മിൽ ഇൻട്രാക്ഷൻ ഉണ്ട്. ആന്റി ഡിപ്രസന്റ്, പെയിൻ കില്ലേഴ്സ് തമ്മിൽ ഇൻട്രാക്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ ബ്ലഡ് തിന്നേഴ്സും ആന്റി ഫംഗലും തമ്മിലുള്ള ഇൻട്രാക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് ഈ എക്സാമ്പിൾസ് നോക്കി വെക്കുക. ഇനി നെക്സ്റ്റ് വൺ ഈസ് അനാൽജസിക് ആൻഡ് ഡ്രഗ് ഇൻട്രാക്ഷൻ ആണ് കേട്ടോ. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞ സെയിം തന്നെയാണ്. അനാൽജസിക് അല്ലെങ്കിൽ പെയിൻ കില്ലർ നമുക്കറിയാം, അല്ലേ? സോ ഇത് മറ്റുള്ള മെഡിക്കമെന്റുമായിട്ട് എന്ത് ചെയ്യാറുണ്ട്? ഇൻട്രാക്ഷൻസ് കാണിക്കാറുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെങ്കിൽ NSAID, നോൺ സ്റ്റിറോയിഡൽ ആന്റി ഇൻഫ്ലമേറ്റേഴ്സ് എന്ത് ചെയ്യാറുണ്ട്? ആന്റി കൊയാഗുലന്റുമായിട്ട് എന്ത് ചെയ്യാറുണ്ട്? ഇത് റിയാക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ബ്ലീഡിങ്ങിന്റെ ചാൻസ് കൂട്ടുകയാണ് ചെയ്യുക. ഇപ്പോൾ എക്സാമ്പിൾ, ഒപ്പിയോഡ് അനാൽജസിക് ക്യാൻ ഹാവ് ആൻ അഡിക്റ്റീവ് സെഡേറ്റീവ് എഫക്ട് വെൻ taken with benzodiazepines or alcohol. ബെൻസോഡയസപ്പീനോ ആൽക്കഹോളോ എടുക്കുകയും അതിൻ്റെ കൂടെ ഒപ്പിയോഡ് അനാൽജസിക് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഒരു അഡിക്റ്റീവ് സെഡേറ്റീവ് എഫക്റ്റ് കൊടുക്കുകയാണ് ചെയ്യുക. ഇതിലൂടെ സെഡേറ്റീവ് എഫക്റ്റ് വരുന്നു എന്നുള്ളതാണ്. ഇനി ഡയൂററ്റിക്സ് ആൻഡ് ഡ്രഗ് ഇൻട്രാക്ഷൻ ആണ്. സോ ഡയൂററ്റിക്സ് അല്ലെങ്കിൽ വാട്ടർ പിൽസ് നമ്മൾ പറയാറുണ്ട്, അല്ലേ? സോ ഇത് ഒരുപാട് മെഡിക്കേഷനുമായിട്ട് റിയാക്ട് ചെയ്ത് അബ്സോർപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, എലിമിനേഷൻ, അത് കൈനറ്റിക്സിനെ ബാധിക്കാറുണ്ട്. അങ്ങനെ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഉണ്ടാകുന്നു. നമ്മളെ ബോഡിയിലുള്ള സോഡിയം പൊട്ടാഷ്യത്തിൻ്റെ അളവ് കുറയുകയും അങ്ങനെ ഓൾട്ടർ ബ്ലഡ് പ്രഷർ കുറയുന്നു. ബ്ലഡ് പ്രഷർ കുറയുകയോ കൂടുകയോ ചെയ്യും, ഓൾട്ടർ ചെയ്യാം. ആൻഡ് റെഡ്യൂസ് എഫിക്കസി ഓൺ ദ ഇൻട്രാക്ടിങ് ഡ്രഗ്. അങ്ങനെ ഏത് ഡ്രഗ് ആണോ കൊടുത്തത് അതിൻ്റെ എഫിക്കസി എന്ത് ചെയ്യാറുണ്ട്? കുറയ്ക്കാറുണ്ട്. കോമൺ എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ ഡയൂററ്റിക്സും ആന്റി ഹൈപ്പർടെൻസീവും. ആൻഡ് ഡയബറ്റീസ് മെഡിക്കേഷൻ NSAID വിച്ച് കോസ് അഡിക്റ്റീവ് എഫക്ട് ഓൺ റെഡ്യൂസ് തെറാപ്യൂട്ടിക് ബെനിഫിറ്റ്സ്. അപ്പോൾ കോമൺ എക്സാമ്പിൾ ഏതാണ്? ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ഡയൂററ്റിക്കിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുവാണ്. ഡയൂററ്റിക് ആൻഡ് ആന്റി ഹൈപ്പർടെൻസീവ്, ഡയൂററ്റിക് ആൻഡ് ഡയബറ്റിക് ആൻഡ് ഡയൂററ്റിക് ആൻഡ് NSAID ഇത് കൊടുക്കുമ്പോൾ അഡിക്റ്റീവ് എഫക്റ്റ് കൊടുക്കുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് വൺ ഇസ് കാർഡിയോവാസ്കുലർ ഡ്രഗ് ആണ്. സോ അതിൽ ആന്റികോയാഗുലന്റ് ഡ്രഗ് ഇൻട്രാക്ഷൻ നടക്കാറുണ്ട്. സോ ബ്ലഡ് തിന്നേഴ്സ് ലൈക്ക് വാർഫാറിനൊക്കെ ഉണ്ടല്ലോ, നമുക്കറിയാം വാർഫാർ നമുക്കറിയാം ബ്ലഡ് തിന്നേഴ്സ് ആണ്. സോ ഇത് എന്ത് ചെയ്യാറുണ്ട്? ഒരുപാട് മെഡിക്കമെന്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാറുണ്ട്. അങ്ങനെ ബ്ലീഡിങ് എന്ത് ചെയ്യാറുണ്ട്? റിസ്ക് ഓഫ് ബ്ലീഡിങ് കൂട്ടാറുണ്ട്. അതുമാത്രമല്ല എഫക്റ്റീവ്നെസ് കുറയ്ക്കാറുണ്ട്. അപ്പോൾ ഒന്നും കൂടെ പറയാം, ആന്റികോയാഗുലന്റ് ഡ്രഗ്സുകൾ മറ്റുള്ള ഡ്രഗുകളായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ നമ്മൾ ഓൾറെഡി എക്സാമ്പിൾ പറഞ്ഞതാണ്, അല്ലേ? വാർഫാറിന് എന്ത് ചെയ്യാറുണ്ട്? അങ്ങനെ ബ്ലീഡിങ്ങിന്റെ റിസ്ക് കൂട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ബേസിക്കലി നമുക്ക് മോണിറ്ററിങ് വളരെ അത്യാവശ്യമാണ് എന്നുള്ളതാണ്. സോ കോംപ്ലക്സ് ഇൻട്രാക്ഷനിൽ പറയുവാണെങ്കിൽ കാർഡിയോവാസ്കുലർ ഡ്രഗ് ഓഫൺ ഹാവ് കോംപ്ലക്സ് ഇൻട്രാക്ഷൻ ഡ്യൂ ടു ദിയർ എഫക്ട് ഓൺ ഹാർട്ട്, ബ്ലഡ് വെസൽ ആൻഡ് ദ ഓർഗൻ സിസ്റ്റം. അതായത് കാർഡിയോവാസ്കുലർ ഡ്രഗുകൾ നമുക്കറിയാം ഓൾറെഡി എന്താണ് അവരുടെ ഈ ഒരു കോംപ്ലക്സ് ഇൻട്രാക്ഷൻ നടക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഇത് ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്ന എവിടെയൊക്കെയാണ്? ഹാർട്ടും ബ്ലഡ് വെസൽസും ഓർഗൻ സിസ്റ്റമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്കവാറും റിസ്കുകൾ അതുമായിട്ട് അസോസിയേറ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ എപ്പോഴും മെഡിക്കമെന്റ് കൊടുക്കുമ്പോൾ നമ്മൾ നോക്കി വേണം കൊടുക്കേണ്ടത്. ഇനി ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ഏജന്റ് ആൻഡ് ഡ്രഗ് ഇൻട്രാക്ഷൻ ആണ്. അതിൽ ഫസ്റ്റ് വൺ ഇസ് ആന്റാസിഡ് ആണ്. ആന്റാസിഡ് ലൈക്ക് അലൂമിനിയം, മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എന്ത് ചെയ്യാം? അബ്സോർപ്ഷൻ ഓഫ് ദ മെഡിക്കമെന്റിൽ ഡിഫറൻസ് വരുത്തും. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ ആന്റിബയോട്ടിക്സ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ബ്ലഡ് തിന്നേഴ്സ് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ തൈറോയ്ഡ് ഹോർമോൺസ് കൊടുക്കുകയാണ്, അതിൻ്റെ കൂടെ ആന്റാസിഡ് ലൈക്ക് അലൂമിനിയം, മെഗ്നീഷ്യം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അബ്സോർപ്ഷനെ ഓൾട്ടർ ചെയ്യാം. ഇനി ലക്സേറ്റീവ് ആണ്. സ്റ്റിമുലന്റ് ലക്സേറ്റീവ് എന്ത് ചെയ്യാം? ഇന്റർഫിയർ ചെയ്യാം. ഒരുപാട് ഡ്രഗുകളുടെ ഇപ്പോൾ നമ്മൾ
ഡ്രഗ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഗ്യാസ്ട്രിക് എംപ്റ്റിഫൈങ് ടൈം അല്ലെങ്കിൽ അബ്സോർപ്ഷൻ്റെ സമയം കുറയ്ക്കാം, അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഇൻഡസ്ട്രിയൽ ട്രാൻസിഷൻ എന്ത് ചെയ്യാം, ആക്സിലറേറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഡിഫറൻസുകൾ, ഓൾട്ടറേഷൻ വരുത്താം. അപ്പം എനിക്ക് തോന്നുന്നു ഞാനൊരു വാക്ക് ഗ്യാസ്ട്രിക് എംപ്റ്റിഫൈങ് കുറയ്ക്കുമെന്ന് പറഞ്ഞു, അത് കൂട്ടുവാണ് കേട്ടോ ചെയ്യാൻ, പറഞ്ഞ ചെറിയ മിസ്റ്റേക്ക് വന്നതാണ്. സോ ഇതെല്ലാം കൂട്ടുവാണ് ചെയ്യുക. ഇനി ആൻറ്റി ഡയറിയിലാണ്. സോ ബേസിക്കലി ആൻറ്റി ഡയറിയൽ മെഡിക്കേഷൻ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, അബ്സോർപ്ഷൻ നടക്കില്ല അല്ലേ. ഏതെങ്കിലും ഡ്രഗ് വേറെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അബ്സോർപ്ഷൻ നടക്കില്ല. ഇപ്പോൾ എക്സാമ്പിൾ മെഡിക്കേഷൻ ദാറ്റ് സ്ലോ ഡൗൺ ഗട്ട് മോട്ടിലിറ്റി സച്ച് എസ് ലോപ്രമൈഡ് ക്യാൻ ഇൻക്രീസ് ദ അബ്സോർപ്ഷൻ ആൻഡ് പൊട്ടൻഷ്യൽ എഫക്ട് co-administered ഡ്രഗ്. സോ ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ ഡയറിയൽ ഡ്രഗാണ് കൊടുക്കുന്നതെങ്കിൽ അബ്സോർപ്ഷൻ നടക്കും. അതായത് അബ്സോർപ്ഷൻ നടക്കില്ല. ഇപ്പം നമ്മൾ ഡയറിയൽ ഡ്രഗ് കൊടുക്കുകയാണ്, ഇപ്പം നമുക്ക് വയറ്റ് ഇളക്കാൻ വേണ്ടിയിട്ടുള്ള ഡ്രഗ് കൊടുക്കുകയാണ്, അപ്പോൾ എന്ത് നടക്കുന്നു, അബ്സോർപ്ഷൻ നടക്കില്ല അല്ലേ, ഈ ലക്സേറ്റീവിൻ്റെ എഫക്റ്റ് പോലെ തന്നെ. ഇനി ആൻറ്റി ഡയറിലാണ് കൊടുക്കുന്നതെങ്കിൽ ലൈക്ക് ലോപ്രമൈഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, അബ്സോർപ്ഷൻ കുറേ നേരം ഉണ്ടാവും. ഈ ലോപ്രമൈഡ് എന്താ ചെയ്യുക, നമ്മുടെ ഗ്യാസ്ട്രിക് മോട്ടിലിറ്റിനെ കുറയ്ക്കുകയാണ് ചെയ്യുക. അപ്പോൾ എന്ത് ഡ്രഗ് അവിടെ കുറേ നേരം കിടക്കുകയും അങ്ങനെ അബ്സോർപ്ഷൻ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇനി വൈറ്റമിൻ ആൻഡ് ഡ്രഗ് ഇൻട്രാക്ഷൻ ആണ്. ഫാറ്റ് സോലബിൾ വൈറ്റമിൻ ADEK എന്ത് ചെയ്യാം, ഒരുപാട് മെഡിക്കമെൻറ്റുമായിട്ട് റിയാക്ട് ചെയ്ത് ടോക്സിക് എഫക്റ്റ് വരികയും അങ്ങനെ വൈറ്റമിൻ അബ്സോർപ്ഷൻ കുറയ്ക്കുകയും ചെയ്യാം. ഇനി വാട്ടർ സോലബിൾ ആണ്. C and B കോംപ്ലക്സ് ആണ്. ഡ്രഗുമായിട്ട് റിയാക്ട് ചെയ്ത് മെറ്റബോളിസിനെ അഫക്റ്റ് ചെയ്യും, എഫക്റ്റീവ്നെസ്സിനെ അഫക്റ്റ് ചെയ്യും ചെയ്യാറുണ്ട്. ഈ നെക്സ്റ്റ് വൺ ഇസ് ആൻറ്റി ഓക്സിഡൻറ്റ് വൈറ്റമിൻ ആണ്, ലൈക്ക് CE ആണ്. ഇത് കീമോതെറാപ്പി ഏജൻസുമായിട്ട് ഇൻ്റർഫിയർ ചെയ്യാം, അങ്ങനെ തെറാപ്യൂട്ടിക് എഫിക്കസിനെ ഡിമിനിഷ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം നമ്മൾ മോണിറ്റർ ചെയ്യണം അല്ലേ, വൈറ്റമിൻസ് കൊടുക്കുമ്പോൾ ഇത്രയും പ്രശ്നം ഉണ്ടെങ്കിൽ ഇത്രയുള്ള കാര്യങ്ങൾ നമ്മൾ മോണിറ്റർ ചെയ്യുക. അപ്പോൾ ഫാറ്റ് സോലബിൾ പറഞ്ഞു അബ്സോർപ്ഷൻ കുറയ്ക്കുകയും, വാട്ടർ സോലബിൾ പറഞ്ഞു മെറ്റബോളൈറ്റ്സിനെ അഫക്റ്റ് ചെയ്യും, എഫക്റ്റീവ്നെസ് കുറയ്ക്കുകയും, ആൻറ്റി ഓക്സിഡൻറ്റ് പറഞ്ഞു C and E ആണെങ്കിൽ കീമോതെറാപ്പി ഏജൻസിൻ്റെ അബ്സോർപ്ഷൻ ആൻഡ് അത് കുറയ്ക്കുവാണ് ചെയ്യുക കേട്ടോ. ഒന്നുകിൽ കൂട്ടുന്നു അല്ലെങ്കിൽ കുറയ്ക്കുവാണ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഹൈപ്പോഗ്ലൈസിമിക് ഏജൻറ്റും ഡ്രഗ് ഇൻട്രാക്ഷനുമാണ്. സോ ഒന്ന് അബ്സോർപ്ഷനെ ഓൾട്ടർ ചെയ്യുന്നുള്ളതാണ്. ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു അല്ലെ, ആൻറ്റാസിഡ് കൊടുക്കുവാണെങ്കിൽ കുറയ്ക്കുമെന്നൊക്കെ നമ്മൾ പറഞ്ഞില്ല, അതേപോലെ തന്നെയാണ് ഹൈപ്പോഗ്ലൈസിമിക് ഏജൻറ്റിൻ്റെ കേസുകളിലും. അഡിക്റ്റീവ് എഫക്റ്റ് ഉണ്ട്. ഹൈപ്പോഗ്ലൈസിമിക് ഡ്രഗ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, ലൈക്ക് ഹൈപ്പോഗ്ലൈസിമിക് എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു, ലോ ബ്ലഡ് ഷുഗർ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ, സൈക്കാട്രിക് മെഡിക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാറുണ്ട്, ലോ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ലീഡ് ചെയ്യും. ഓൾറെഡി കുറയ്ക്കും, ഇതും കൂടെ കൊടുക്കുമെന്ന് വീണ്ടും അഡിക്റ്റീവ് എഫക്റ്റ് ആയിട്ട് വീണ്ടും കുറയ്ക്കുകയാണ് ചെയ്യുക. ആൻഡ് മെറ്റബോളിക് ഇൻട്രാക്ഷൻ ഉണ്ട്. ഇപ്പോൾ കോർട്ടിക്കോസ്റ്റിറോയിഡ്സ് ഒക്കെ നമ്മൾ അല്ലെങ്കിൽ തൈറോയ്ഡ് മെഡിക്കേഷൻ ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാറുണ്ട്, ക്യാൻ അഫക്ട് ദ മെറ്റബോളിസിനെ അഫക്റ്റ് ചെയ്യും. അതുമാത്രമല്ല ക്ലിയറൻസിനെ അഫക്റ്റ് ചെയ്യും കേട്ടോ. അങ്ങനെ പൊട്ടൻസിനെ ഓൾട്ടർ ചെയ്യാറുണ്ട്. ആൻഡ് മോണിറ്ററിങ് ബ്ലഡ് ഗ്ലൂക്കോസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള മെഡിക്കേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ മോണിറ്റർ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്ന് അബ്സോർപ്ഷൻ ഓൾട്ടർ ചെയ്യാം, മെറ്റബോളിസിനെ ഓൾട്ടർ ചെയ്യാം, അഡിക്റ്റീവ് എഫക്റ്റ്, അതായത് നമ്മൾ പറഞ്ഞതുപോലെ ഹൈപ്പോഗ്ലൈസമിക് ഡ്രഗ് കൊടുക്കുന്നു, ആൻറ്റിബയോട്ടിക്കോ സൈക്കാട്രിക് മെഡിക്കേഷൻ കൊടുക്കുമെന്നു അഡിക്റ്റീവ് ആവുകയാണ് ചെയ്യുക, വീണ്ടും എന്ത് ചെയ്യുന്നു, അത് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഇനി ഡ്രഗ് ഫുഡ് ഇൻട്രാക്ഷൻ ആണ്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, പല ആൾക്കാരും കേട്ടിട്ടുണ്ട് മറ്റേ എന്താണ് ചെമ്മീൻ കഴിച്ച് മരിച്ചു പോവുക, അല്ലെങ്കിൽ കാൽഷ്യം കണ്ടെയ്നിങ് ഫുഡ് കഴിച്ചിട്ട് മരിച്ചു പോവുക, നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും. സോ അബ്സോർപ്ഷൻ ഇൻ്റർഫിയറൻസ് തന്നെയാണ്. ഇപ്പോൾ ചില ഡെയറി പ്രൊഡക്ട്സ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ, ആൻറ്റിബയോട്ടിക് ലൈക്ക് ടെട്രാസൈക്ലിൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോംപ്ലക്സ് ഫോം ചെയ്യുകയും അബ്സോർബ് ആവാതെയും ഇരിക്കാറുണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ടെട്രാസൈക്ലിൻ പോലുള്ള ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പം നമ്മൾ പറയുന്നുണ്ട് മിൽക്ക് പ്രൊഡക്റ്റുകളൊന്നും നിങ്ങൾ കഴിക്കരുത് എന്ന് പറയും. അപ്പോൾ ആൻറ്റിബയോട്ടിക്കുകളിലോ അല്ലെങ്കിൽ ഹൈ ഫൈബർ മീലൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാറുണ്ട്, എഫക്റ്റീവ്നെസ് കുറയ്ക്കാറുണ്ട്. ഇനി അഡിക്റ്റീവ് ഓർ ആൻറ്റഗോണിസ്റ്റിക് എഫക്റ്റ് ആണ്. ചില ഡ്രഗ്സ് കൊടുക്കുമ്പോൾ എന്തിനുണ്ട്, അഡിക്റ്റീവോ ആൻറ്റഗോണിസ്റ്റ് എഫക്റ്റ് കൊടുക്കാറുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വാർഫാറിൻ കൊടുക്കുമ്പം ബ്ലീഡിങ് ഉണ്ടാവുന്നു ബിക്കോസ് ഓഫ് ഗ്രീൻ ലീഫി വെജിറ്റബിൾ പോലെ ഒരു എക്സാമ്പിൾ കേട്ടോ. ഇനി മെറ്റബോളിക് ഇൻട്രാക്ഷൻ ആണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗ്രേപ്പ് ഫ്രൂട്ടൊക്കെ ഇല്ലേ, ചിലതിൻ്റെ മെറ്റബോളിക് ആക്ഷൻ കുറയ്ക്കാറുണ്ട്. അപ്പോൾ ഫേസ് 1 ഫേസ് 2 നമ്മൾ പഠിച്ചതുപോലെ മെറ്റബോളിക് ആക്ഷൻ എന്ത് ചെയ്യാറുണ്ട്, കുറയ്ക്കാറുണ്ട് എന്നുള്ളതാണ്. പിന്നെ ടൈമിംഗ് കൺസിഡറേഷൻ ആണ്. സോ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കുമ്പം ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മൾ ടൈമിംഗ് നോക്കുക, മരുന്നുമായിട്ട് ബന്ധമുണ്ടോ ഇല്ലയോ വരുന്നത് നോക്കുക, അങ്ങനെ വേണം നമ്മൾ ഫുഡ് എപ്പോഴും കഴിക്കാനായിട്ട് വരുന്നത്. ഇനി ഫുഡ് ഫാക്ടർ അഫക്റ്റിംഗ് ഡ്രഗ് ഇൻട്രാക്ഷൻ ആണ്. സോ പേഷ്യൻറ്റ് ഫാക്ടർ, മെഡിക്കേഷൻ ഫാക്ടർ, ടൈമിംഗ്, മോണിറ്ററിംഗ് ഒക്കെയാണ്. ഇതൊക്കെ നമുക്ക് അറിയാമെന്നുള്ള ബേസിക് കാര്യങ്ങളാണ്, നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയുമാണ്, നമുക്ക് അധികം ഡ്രഗ്സോ കാര്യങ്ങൾ പഠിക്കേണ്ട. ക്ലിനിക്കൽ ആയതുകൊണ്ട് എന്താണ് കാര്യം, ജസ്റ്റ് 2-3 എക്സാമ്പിൾസ് മാത്രം നോക്കിയാൽ മതിയായിരിക്കും. സോ നെക്സ്റ്റ് ആണ്, ബൈ.